പാറ്റ സമരത്തിന് ഗുണ്ടകളുടെ സഹായമുണ്ടായിരുന്നു. 2875 ഗുണ്ടകൾ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതിൽ ഗുണ്ടകളുടെ സഹായം എത്തിച്ചു കൊടുത്ത ഒരു പ്രമുഖൻ്റെ പേരാണ് മുഹമ്മദ് ഫുർഖാൻ. ഇപ്പോൾ നിങ്ങളുടെ ഹീറോ എവിടെയാണ് എന്ന് പാറ്റകളോട് ചോദിച്ചാൽ അവർ മിണ്ടില്ല. പക്ഷേ ഹീറോ ഇപ്പോൾ 72 ഹൂറിമാരുടെ കൂടെ രമിച്ച് നടക്കുകയാണ്. UP പോലീസ് ഈ മുഹമ്മദ് ഫുർഖാനെ ആകാശത്തേക്ക് വിട്ടു, സ്വർഗത്തിലേക്ക് വിട്ടു. മുഹമ്മദ് ഫുർഖാൻ തൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ജന്തർ മന്ദറിലെ പാറ്റ സമരത്തിന് ആൾബലം, അർദ്ധബലം, ഗുണ്ടാബലം കൊടുക്കാനായിട്ട് പോയിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. UP പോലീസിൻ്റെ ലിസ്റ്റിൽ മാത്രമല്ല, ഡൽഹി പോലീസിൻ്റെ ലിസ്റ്റിലും മുഹമ്മദ് ഫുർഖാൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ഷംലി ജില്ല, UPയിലെ ഷാംലി ജില്ലയിലെ റങ്കാന ഗ്രാമത്തോട് ചേർന്നുള്ള വനപ്രദേശത്ത് ഈ മുഹമ്മദ് ഫുർഖാനും കൂട്ടുകാരും കൂടെ തമ്പടിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഉത്തർപ്രദേശ് പോലീസിന് കിട്ടി. ഉത്തർപ്രദേശ് പോലീസ് ആ വനപ്രദേശം വളഞ്ഞപ്പോൾ പതിവ് പോലെ മുഹമ്മദ് ഫുർഖാനും കൂട്ടരും പോലീസിന് നേരെ വെടിവെച്ചു. പോലീസ് ഹെഡ് കോൺസ്റ്റബിളായ ഹർവിന്ദറിന് വെടിയേറ്റു. പിന്നെ ഉത്തർപ്രദേശ് പോലീസ് ഒന്നും നോക്കിയില്ല, വെടിയുണ്ട മഴ പോലെ പൊഴിച്ചു. മുഹമ്മദ് ഫുർഖാൻ അരിപ്പയായിട്ട് മാറി. അപ്പോൾ പാറ്റ സമരത്തെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങിയ ഒരാൾ ഹൂറി പദം പൂകി എന്നുള്ള വാർത്ത വളരെ സന്തോഷകരമായ വാർത്തയാണ്. കാരണം അക്രമകാരികളെ വെറുതെ വിടില്ല എന്നുള്ളത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ പ്രഖ്യാപിത നയമാണ്. ഇപ്പോൾ ഇത് കേൾക്കുന്ന ചിലരെങ്കിലും പറയും, ഇത്ര വലിയ കേമാണോ? കാരണം വിദ്യാർത്ഥികൾ സമരം ചെയ്തു, വിദ്യാർത്ഥികളുടെ സമരത്തെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആര് പോയി? ഗുണ്ട എന്നൊക്കെ നിങ്ങൾ പറയുന്നതല്ലേ? എന്താ തെളിവ് തരാം. കൈറാന എന്ന് പറയുന്ന സ്ഥലം ഉത്തർപ്രദേശിലാണ്. ഈ കൈറാനയിലെ ആര്യപുരി മൊഹല്ല സ്വദേശിയാണ് മുഹമ്മദ് ഫുർഖാൻ. അയാൾ അവിടുത്തെ ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറാണ്. ഗ്യാങ്ങിൻ്റെ പേര് മുക്കിം കാല ഗ്യാങ്. ഗുണ്ടാ സംഘത്തിന് പേരുണ്ട്. ഇയാൾ ഗുണ്ടയാണോ എന്ന് ചോദിക്കുന്നവർക്ക് നിങ്ങൾ UPയിൽ പോലീസിൻ്റെ വംശവെറി അല്ലെങ്കിൽ വിദ്യാർത്ഥി സമരത്തിന് പിന്തുണ കൊടുത്തതിലുള്ള കലിപ്പ് എന്നൊക്കെ പറയുന്നവർ ഉണ്ടെങ്കിൽ അവർ കേൾക്കണം. മുക്കിം കാല ഗ്യാങ് എന്ന് പറയുന്ന ഒരു ഗ്യാങ്ങിൻ്റെ ലീഡറാണ്. 30ലധികം കേസുകളുണ്ട്. കേസുകളുടെ സ്വഭാവം കൊലപാതകം, TG മോഹൻദാസിൻ്റെ എതിരെ എടുത്ത കേസ് പോലെയല്ല. കൊലപാതകം, കൊള്ള, തട്ടിക്കൊണ്ടുപോകൽ, മയക്കുമരുന്ന് കേസിൽ 10 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുണ്ട്. 2014 ഓഗസ്റ്റ് 16 കൈറാന മാർക്കറ്റിലെ വ്യാപാരി വ്യവസായി നേതാവ് വിനോദ് കുമാർ സിംഘൽ എന്ന് പറയുന്ന ആളെ പട്ടാപ്പകൽ വെടിവെച്ചു കൊന്നതാണ്. രാജേന്ദ്ര ശിവകുമാർ എന്ന് പറയുന്ന മറ്റ് 2 പേരെ കൂടി കൊന്നിട്ടുണ്ട്. നോക്കൂ, വിനോദ് കുമാർ, രാജേന്ദ്ര ശിവകുമാർ എല്ലാം ഹിന്ദുക്കളാണ്. അപ്പോൾ മുഹമ്മദ് ഫുർഖാൻ എന്ന് പറയുന്ന ഗുണ്ടാ നേതാവിൻ്റെ എതിരെയുള്ള കേസുകളാണ് പറഞ്ഞത്. പാപം, ഒരു ഉറുമ്പിനെ പോലും ദ്രോഹിച്ചിട്ടില്ലാത്ത ആളുകൾ 3 ഹിന്ദുക്കളെ വെടിവെച്ച് കൊന്നു. പിന്നെ കുറച്ച് മയക്കുമരുന്ന് കടത്തി. ഉത്തർപ്രദേശ് അതിർത്തി സംസ്ഥാനമാണല്ലോ, അപ്പോൾ കുറച്ച് മയക്കുമരുന്ന് കടത്തി ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് പേരെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട്. ചുമ്മാ ഒരു രസം, ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് അവർക്ക് ബോറടിക്കത്തില്ലേ, അതുകൊണ്ട് തട്ടിക്കൊണ്ടുപോയതാണ്. അപ്പോൾ ഈ ഗുണ്ടാ തലവൻ സാധാരണ ഗുണ്ടയല്ല, മുസ്ലിം ഗുണ്ടയാണ്. പറയാതെ തരമില്ല, മുസ്ലിം ഗുണ്ടയാണ്. അതുകൊണ്ടാണ് ഹിന്ദുക്കളെ കൊല്ലുക എന്നുള്ളത്. മുക്കിം കാല ഗ്യാങ് എന്ന് പറയുന്ന ഗ്യാങ് ഉത്തർപ്രദേശിലെ അറിയപ്പെടുന്ന കുപ്രസിദ്ധമായ ഒരു മുസ്ലിം അധോലോക സംഘടനയാണ്. കുറേ ഉണ്ടായിരുന്നു. അത്തീഖിൻ്റെ കഥയൊക്കെ അറിയാമല്ലോ. വെടിവെച്ച് തീർത്തിട്ടുണ്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി. അല്ലാതെ നമ്മുടെ ഗോവിന്ദചാമി ഇടുന്ന പോലെ ജയിലിലിട്ട് ആട്ടിൻ സൂപ്പും ആട്ടിറച്ചിയും മട്ടനും, മട്ടൻ തന്നെയാണല്ലോ ആട്ടിറച്ചി, ബീഫും ഒക്കെ തടിച്ച് കൊടുത്ത് പുറത്തേക്കിട്ട് വീണ്ടും ഈ പണി ചെയ്യാൻ വിടുന്ന പരിപാടി ഇല്ലെന്നേ UPയിൽ. നിങ്ങൾ ഫാസിസ്റ്റ് എന്ന് വിളിച്ചോളൂ, നിയമത്തിന് മുകളിലാണെന്ന് പറഞ്ഞോളൂ. പോലീസുകാരെ വെടിവെച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? ഹെഡ് കോൺസ്റ്റബിൾ ഹർവിന്ദറിന് വെടിയേറ്റിട്ടുണ്ട്, തെളിവുണ്ട്. ഹർവിന്ദറിന് വെടിയേറ്റു. പിന്നെ പോലീസ് നോക്കി നിൽക്കണോ? അപ്പോൾ ഒരു വാദം ഉണ്ടല്ലോ, വിദ്യാർത്ഥികളെ തല്ലാൻ പാടില്ല. വിദ്യാർത്ഥികൾ ഇരിക്കേണ്ടത് പള്ളിക്കൂടങ്ങളിലും കോളേജുകളിലുമാണ്. അവിടെ കയറി അവരെ തല്ലുന്നത് മര്യാദകേട്. പക്ഷേ വിദ്യാർത്ഥികൾ തെരുവിലേക്ക് ഇറങ്ങിയാൽ വിദ്യാർത്ഥി എന്ന വ്യത്യാസമില്ല, യുവാവെന്നുള്ള വ്യത്യാസമില്ല, വയസ്സനെന്നുള്ള വ്യത്യാസമില്ല, സ്ത്രീ എന്നുള്ള വ്യത്യാസമില്ല. അവർ തെരുവിൽ വിഹരിക്കുന്നവരാണ്. അവർ നിയമലംഘനം നടത്തിയാൽ നിയമം കൈകാര്യം ചെയ്യും.
വിദ്യാർത്ഥികളെ തല്ലിക്കൂടാ എന്ന് ഇന്ത്യയിലെ ഏത് സ്റ്റാറ്റ്യൂട്ടിൽ, ഏത് പീനൽ കോഡിൽ, ഏത് ഭരണഘടനാ വ്യവസ്ഥയിലാണ് പറഞ്ഞിട്ടുള്ളത്? വിദ്യാർത്ഥികളാണ് തല്ലാൻ പാടില്ല. അങ്ങനെയൊന്നുമില്ല. വിദ്യാർത്ഥികളാണെങ്കിലും കുട്ടികളാണേലും രാജ്യത്തെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്. 7 വയസ്സ് വരെയുള്ള കുട്ടികൾ ചെയ്യുന്ന കൃത്യങ്ങൾ ക്രൈം അല്ലാതെ കണക്കാക്കും എന്ന് പൊതുവിൽ ഒരു നിയമമുണ്ട്. പക്ഷേ അതിന് മുകളിലുള്ളതാണെങ്കിൽ ക്രൈമാണ്. ഇപ്പോൾ 7 വയസ്സിൽ താഴെയുള്ള ഒരുത്തൻ കോടാലി എടുത്ത് ഒരാളെ വെട്ടിയാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോവും. പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ട് ആ പ്രോസസ്സ് എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ കുട്ടിയെ വിടത്തുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ നിയമം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക നിയമമൊന്നുമില്ല, നിയമപരിരക്ഷയില്ല. എന്ത് അക്രമം കാണിച്ചാലും വിദ്യാർത്ഥികളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറില്ല, പറയാൻ പറ്റുകയുമില്ല. ഇനി നോക്കൂ, വിദ്യാർത്ഥികളാണ് ദില്ലിയിൽ ജന്തർ മന്ദറിൽ സമരം നടത്തിയെങ്കിൽ മുഹമ്മദ് ഫുർഖാൻ എന്ന് പറയുന്ന മുക്കിം കാല ഗ്യാങ്ങിൻ്റെ ലീഡർക്ക് അവിടെ എന്തായിരുന്നു ജോലി? ഉത്തരം പറയണമല്ലോ. അപ്പോൾ വിദ്യാർത്ഥികളാണ് സമരം നടത്തിയതെന്ന് ഇനി പറയരുത്. ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് വന്ന് കയറിയിട്ടുള്ള ഗുണ്ടകൾക്കെതിരെ, മാഫിയ സംഘങ്ങൾക്കെതിരെ നടപടി ഉണ്ടാവും. നടപടി വെടിയുണ്ട കൊണ്ടുവരെ കൊടുക്കുമെന്ന് യോഗി തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത് കേട്ടിട്ട് അഭിജിത് ദീപ്കയുടെ ചങ്കിനകത്തൊരു പടപ്പുണ്ടായിരിക്കും, സൗരവദാസനും ഒരു പടപ്പുണ്ടായിരിക്കും. ഇപ്പോൾ ഇന്നലെയാണ് ഒരു പാർക്കിൽ കുറച്ച് ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഈ അഭിജിത് ദീപ്കെ എന്ന് പറയുന്ന മഹാൻ പറഞ്ഞത് 2.0 തുടങ്ങാൻ പോവാണ് ജന്തർ മന്ദറിൻ്റെ അടുത്ത ഘട്ടം. ഇനി എന്താ? നീറ്റ് പരീക്ഷ കഴിഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ മന്ത്രി രാജ്യം വെച്ചു. ഇനി എന്തിനാ സമരം? ഇപ്പം അവരുടെ ആവശ്യം എന്താണ്? മോദി രാജിവെക്കണം. മോദിക്ക് 75 വയസ്സായി. 75 വയസ്സുള്ള ആളുകൾ പ്രധാനമന്ത്രിയാകാൻ പാടില്ല. പ്രധാനമന്ത്രിയാവേണ്ടത് ചെറുപ്പക്കാരാണ്. ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ 57 വയസ്സുള്ള യുവാവിനെ ആക്കാമോ? വളരെ നന്നായിരിക്കും. 57 വയസ്സുള്ള LOP, ലവർ ഓഫ് പട്ടായ പ്രധാനമന്ത്രിയാവട്ടെ എന്നാണോ പറയുന്നത്? അതോ ഇനി അഭിജിത് ദീപ്കയ്ക്ക് പ്രധാനമന്ത്രിയാവണമെന്നാണ്? ഇയാളോടൊരു മാധ്യമപ്രവർത്തക ചോദിച്ചു, അല്ല നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് 75 വയസ്സായി എന്ന് പറയുന്നു, അമേരിക്കൻ പ്രസിഡന്റ് എത്ര വയസ്സായി? ചൈനീസ് പ്രസിഡന്റ് എത്ര വയസ്സായി? റഷ്യൻ പ്രസിഡന്റ് പുടിൻ എത്ര വയസ്സായി? ലോകത്തിലെ പല രാജ്യങ്ങളുടെയും ഭരണാധികാരികൾ, വലിയ രാജ്യങ്ങളുടെയൊക്കെ ഭരണാധികാരികൾ 60, 70 ഒക്കെ വയസ്സുള്ളവരാണ്. ചെറിയ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ ബലൻ ഷാ എന്നൊക്കെ പറയുന്ന പോലെ നേപ്പാൾ എന്നൊക്കെ പറഞ്ഞാൽ പപ്പടം പോലുള്ളൊരു രാജ്യമാണ്, ഇച്ചിരിയേ ഉള്ളൂ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. പക്ഷേ ഇന്ത്യ പോലെ, അമേരിക്ക പോലെ, റഷ്യ പോലെ ലോകത്തിലെ വലിയ രാജ്യങ്ങളുടെയൊക്കെ തലപ്പത്തിരിക്കുന്നത് ആരാണ്? ഈ നല്ല പ്രായമുള്ള, പരിചയസമ്പന്നരായ, അനുഭവ സമ്പത്തുള്ള, ദീർഘവീക്ഷണമുള്ള ആളുകളാണ്. വേണമെങ്കിൽ ചെറുപ്പക്കാരായ ചില മന്ത്രിമാരെ വെക്കണമെന്ന് പറയാം. യുവജനക്ഷേമ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രിയും വേണമെങ്കിൽ ഇത്തിരിയൂടെ ചെറുപ്പം ആയിട്ടുള്ള ആളാണോ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണേൽ സമ്മതിക്കാം. പക്ഷേ ഇങ്ങനെയല്ലല്ലോ. മോദിക്ക് പ്രായമായി, അതുകൊണ്ട് മോദി മാറണം എന്ന് പറയുന്നതിൻ്റെ യുക്തി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ള അച്ചാരം വാങ്ങിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഈ ദീപ്കെ. അപ്പോഴാണ് ഈ സമരം വിജയിപ്പിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഗുണ്ടകൾ, അധോലോകക്കാർ, അതും മുഹമ്മദ് ഫുർഖാനെ പോലെയുള്ള ആളുകൾ ദില്ലിയിലേക്ക് വന്നത്. ഇവരവിടെ വന്നിട്ട് എന്തെല്ലാം കാണിച്ചിട്ടുണ്ടാവാം? ഈ മുഹമ്മദ് ഫുർഖാൻ്റെ നേതൃത്വത്തിലുള്ള മുക്കിം കാല ഗ്യാങ്ങിൽപ്പെട്ടവർ, പോലീസിന് നേരെ ആക്രമിച്ചവരുടെ കൂട്ടത്തിൽ അവരുണ്ടാവില്ലേ? ഇവരെ ആരാ വിളിച്ചു വരുത്തിയത്? ഒരിക്കലെങ്കിലും അഭിജിത് ദീപ്കെ ഈ സമരം നടക്കുമ്പോൾ, അക്രമം നടക്കുമ്പോൾ ഇതിനകത്ത് ആൻറ്റി സോഷ്യലിസ്റ്റ് നുഴഞ്ഞു കയറിയിട്ടുണ്ട്, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പോലീസിന് റിപ്പോർട്ട് കിട്ടി, സൗരവ് ദാസിനെ വിളിച്ചിട്ട് പറഞ്ഞു അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ക്രിമിനൽസ് കയറിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തൊരു പുച്ഛമായിരുന്നു അയാളുടെ മുഖത്ത്. അപ്പോൾ മനഃപൂർവ്വം ഒരു വയലൻറ്റ് സിറ്റുവേഷൻ ഉണ്ടാക്കി സർക്കാരിനെ അട്ടിമറിച്ച്, വേണ്ടി വന്നാൽ പ്രധാനമന്ത്രിയുടെ വീട്ടിലും പാർലമെൻറ്റിലും ഇരച്ച് കയറി സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടിയിട്ട് കുറേ ഗുണ്ടകളെ വെച്ച് കളിച്ച കളിയാണ് ജന്തർ മന്ദറിലെ സമരമെന്ന് ഓരോ ദിവസവും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പോയി പങ്കെടുത്ത ഒരു ഗുണ്ട തിരിച്ചു ഉത്തർപ്രദേശിൽ വന്നപ്പോൾ വെടിയുണ്ട കൊണ്ട് യോഗി മറുപടി കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പറയത്തില്ല. കാരണം ഈ ഗുണ്ടയുടെ കഥ, ഗുണ്ടയെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോൾ ഗുണ്ട ആരാണെന്നൂടെ പറയണമല്ലോ, അവൻ്റെ ചരിത്രം പറയണമല്ലോ. മിനിമം 3 കൊലക്കേസുണ്ട്. പട്ടാപ്പകൽ ഒരു മാർക്കറ്റിലെ വ്യാപാരി വ്യവസായി സമിതിയുടെ പ്രസിഡന്റിനെ ആളുകൾ നോക്കി നിൽക്കെ വെടിവെച്ച് കൊല്ലുകയാണ്. ഇത്തരം കൃത്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ് കൊല്ലപ്പെട്ടത് എന്ന് പറയുമ്പോൾ യോഗിക്ക് കയ്യടി കിട്ടും.
അതുകൊണ്ട് പറയത്തില്ല. കാരണം CJP സമരത്തിൽ പോയതിൻ്റെ പക വീട്ടാനാണ് എന്ന് പറഞ്ഞാൽ പോലും ഏൽക്കൂല. കാരണം ഇയാളുടെ ട്രാക്ക് റെക്കോർഡൂടെ പറയേണ്ടി വരും. അതുകൊണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത മുക്കിയിട്ടുണ്ട്. ഇന്ത്യ ലൈവ് അത് കണ്ടുപിടിച്ച് തേടിപ്പിടിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഇതാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന, പറയാൻ ധൈര്യപ്പെടാത്ത വിവരങ്ങൾ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.